ഇന്ന് ഒരു മീൻകറി ഉണ്ടാക്കാൻ പോണേന് കേട്ടോ. ഈ മീൻ എന്ന് പറഞ്ഞാൽ പിലോപ്പി എന്ന് പറയും ചില സ്ഥലത്ത് പറയും തിലോപ്പി എന്ന് പറയും. അപ്പോൾ ഞങ്ങളിവിടെ പറയുന്നത് പിലോപ്പി എന്നാണ്. അപ്പോൾ അത് വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ പിലോപ്പിയാണ് കേട്ടോ. ഇനി അതിൽ ചേർക്കാൻ പോണത് ഉള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി വെച്ചിട്ടുണ്ട്. അത് ഉള്ളി ചതച്ചിട്ടുണ്ട്, പച്ചമുളക് രണ്ടായിട്ട് പിളർന്നിട്ടുണ്ട്. പിന്നെ വേണ്ട മസാല മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി, ഉപ്പ്, വെളിച്ചെണ്ണ. സാധാരണ വെളിച്ചെണ്ണ എല്ലാവരും ഉപയോഗിക്കുമല്ലോ അല്ലേ. വെളിച്ചെണ്ണ ഇല്ലാതെ നമുക്കൊരു കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഇത് തലപ്പാൽ, ഇത് എടപ്പാൽ. അപ്പോൾ ഇതും ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടപ്പത്ത് വെക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് മൺചട്ടിയാണ്. മൺചട്ടിയിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ കൂടുതൽ രുചി ഉണ്ടാവും. അത് പഴമക്കാർ പറയുന്നത് കേട്ടോ. ഇപ്പോഴെല്ലാവരും ഉപയോഗിക്കുന്നത് നോൺ സ്റ്റിക്ക് ആണല്ലോ. ചട്ടി ചൂടായി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇടാൻ പോകുന്നത് കറിവേപ്പില. കറിവേപ്പില നല്ലതിനായിട്ട് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ടത് ഒന്ന് വഴറ്റുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അരപ്പ് മുരിഞ്ഞ് കിട്ടും. നമ്മുടെ ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ നിറമാകാൻ പോകുന്നുണ്ട്. അതിലേക്ക് ഇനി ഇടേണ്ടത് മസാലകളാണ്. അപ്പോൾ ഞാൻ മസാല ഇടുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വഴറ്റണം. എണ്ണ മേളിൽ വരണം. അപ്പോഴാണ് ഇതിൻ്റെ കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. നന്നായിട്ട് കുറച്ച് നേരം വഴറ്റുക. വഴറ്റിയതിന് ശേഷം തലപ്പാൽ ഒഴിക്കാമേ. ഇതിലേക്ക് എടപ്പാൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എടപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്ക് മീൻ കഷ്ണം എടുത്തിടാം. ഉപ്പും ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി പുളി കൂടി ചേർക്കാൻ പോകണേ. പുളി കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് മീൻ പെറുക്കിയിടാം. നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി പുളി ചേർക്കാൻ പോകണേ. ഓരോരുത്തർക്ക് ആവശ്യത്തിന് അത്ര എരിവൊക്കെ ചേർക്കുക കേട്ടോ. ഞാൻ എൻ്റെ കണക്കിനാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എരിവ്. എനിക്കധികം എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അധികം എരിവ് ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇതേപോലെ തീ വളരെ ചെറിയ തീയിലിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് തലപ്പാൽ ഒഴിച്ചു. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കാൻ നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ തിലോപ്പി കറി റെഡി ആയിട്ടുണ്ട്. പുളിയും ഉപ്പൊക്കെ നോക്കിയായിരുന്നു, എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാണ് നമ്മുടെ തിലോപ്പി കറി. വേണമെങ്കിലല്ലേ അലങ്കരിക്കാനായിട്ട് വേണമെങ്കിൽ ഒരു തക്കാളി ഒന്ന് സ്ലൈസായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ പുറത്ത് വെച്ചാൽ ഒന്നും കൂടി ഭംഗിയായിരിക്കും, രുചിയും കൂടും. പുളി ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ തിലോപ്പി കറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.